ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും ഏറെ ബാധ്യതയുള്ളത് മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയായ CPM-നാണ്. അത് വേണ്ട എന്ന് കുട്ടനാട്ടിലെ പ്രത്യേകിച്ച് രാമങ്കരിലെ CPM തീരുമാനിച്ചാൽ CPIക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് മത്സരിക്കാൻ നിർബന്ധിതരായതാണ് CPM-ന്റെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ. ആ സ്ഥിതിക്ക് ഇനിയും പിന്മാറുന്ന പ്രശ്നം കാണുന്നില്ല. മത്സരിക്കുന്ന സീറ്റുകൾ, ജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ മാത്രമാണ് CPI ഇത്തവണ രാമങ്കരിയിൽ മത്സരിക്കുന്നത്. 6 സീറ്റുകളിലേക്കാണ്. 5 സീറ്റ് ഒരു സ്വതന്ത്ര, അങ്ങനെയാണ് 6. ഈ 6 സീറ്റും വിജയപ്രതീക്ഷയുള്ള സീറ്റുകളാണ്. ശരത് SS ആണ് ആലപ്പുഴയിൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ശരത്. സീറ്റ് വിഭജനത്തിലെ തർക്കം അത് ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് ഒറ്റയ്ക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒടുവിൽ എത്തിയിരിക്കുന്നത്? സുജ, അതായത് ആലപ്പുഴയിൽ പ്രധാനമായും CPM CPI തർക്കം നിലനിൽക്കുന്നത് രാമങ്കരി മുട്ടാർ പഞ്ചായത്തുകളിലാണ്. രാമങ്കരി പഞ്ചായത്തിൽ CPI 6 സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഇപ്പോഴും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. ഉറച്ചു തന്നെ മത്സരിക്കുമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ രാമങ്കരി പഞ്ചായത്തിൽ CPI ഉള്ളത്. 5 സീറ്റിൽ 5 വാർഡിൽ CPIയുടെ ഔദ്യോഗിക ചിഹ്നത്തിലും 1 വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയും നിർത്തിയാണ് CPI LDF-നെതിരെ മത്സരത്തിനൊരുങ്ങുന്നത്. ഒപ്പം ഇതേപോലെ തന്നെയാണ് മുട്ടാർ പഞ്ചായത്തിലും CPM തർക്കം നിലനിൽക്കുന്ന മുട്ടാർ പഞ്ചായത്തിൽ 3ഇടത്ത് CPI സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നു. അങ്ങനെ ആലപ്പുഴയിൽ LDF-ന് തലവേദനയാകും വിധം CPM CPI തർക്കം അത് രൂക്ഷമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടനാടുള്ള വിവിധ പഞ്ചായത്തുകളിൽ ആലപ്പുഴ മുട്ടാർ പഞ്ചായത്തിലും രാമങ്കരി പഞ്ചായത്തിലുമാണ് ഇപ്പോഴും പാർട്ടി ഇടപെട്ട് അല്ലെങ്കിൽ മുന്നണി പലതവണ ചർച്ച നടത്തിയിട്ടും ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഈ സാഹചര്യം മാറിയിട്ടുള്ളത്. നിലവിൽ എന്തായാലും CPI ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തീരുമാനത്തിന് ഉറച്ചു നിൽക്കുകയാണ് ഇവിടങ്ങളിൽ. ഓക്കെ, ആലപ്പുഴയിൽ തർക്കത്തിനൊടുവിൽ CPIM-ഉം CPI-യും 2 ചേരിയായി മത്സരിക്കുന്നതിലേക്ക് എത്തുകയാണ്. അത് 2 ഇടങ്ങളിൽ പ്രശ്നമാകുമോ എന്നതാണ് അറിയേണ്ടത്. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.